ഇവിടെ ഞാൻ രണ്ട് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഐ ലൈക്ക് ചിക്കൻ, രണ്ടാമത് ഐ ലൈക്ക് ചിക്കൻസ്. എൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്? കാരണം കൂടെ പറയണം കേട്ടോ. ഒന്നാമത്തെ ആണെന്ന് മാത്രം പോരാ, അതിനെന്താണ് അതിന് കാരണം എന്നും കൂടെ പറയണം. ഞാൻ നിങ്ങൾക്ക് 2 സെക്കൻഡ് തരാം, ഒന്ന് ചിന്തിച്ച്. കറക്റ്റ്, ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ശരിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം കാണണം അല്ലേ? നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. ആദ്യത്തെ ഐ ലൈക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിക്കൻ ഇറച്ചിയുണ്ടല്ലോ അത് ഇഷ്ടമാണെന്നാണ് എൻ്റെ അർത്ഥം. കോഴിയിറച്ചി ഇഷ്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കോഴിക്കാൽ കൊടുത്തിട്ടുണ്ടല്ലേ, അതാണ് അവിടുത്തെ അർത്ഥം. ഇനി ഐ ലൈക്ക് ചിക്കൻസ് എന്നാണെങ്കിലോ എനിക്ക് കോഴി എന്ന ജീവിയുണ്ടല്ലോ അതിനെ ഇഷ്ടമാണെന്നാണ് എൻ്റെ അർത്ഥം. വളരെ സിമ്പിളാണ് അല്ലേ? ഒരു എസ് ഇട്ടപ്പോഴത്തേനും അതിൻ്റെ അർത്ഥം കണ്ടവാനൊന്ന് മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു സെൻറ്റൻസ് 2-3 നോക്കാം. ഐ ലൈക്ക് ഡോഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എനിക്ക് പട്ടി ഇറച്ചി ഇഷ്ടമാണെന്നല്ലേ. ഐ ലൈക്ക് ഡോഗ്സ് എന്നാണെങ്കിലോ എനിക്ക് പട്ടി ഇഷ്ടമാണ്. ഐ ലൈക്ക് കാറ്റ്, ഓക്കെ, എന്താണ്? പൂച്ച ഇറച്ചി. ബട്ട് ഐ ലൈക്ക് കാറ്റ്സ് ആണെങ്കിലോ പൂച്ച എനിക്ക് ഇഷ്ടമാണ് അല്ലേ. എൻ്റെ സുഹൃത്തായിട്ടുള്ള ബെനിൻ ഡസൻ ലൈക്ക് സ്നേക്ക്. എന്താണ്? അവന് പാമ്പിറച്ചി ഇഷ്ടമല്ലെന്നുള്ളതാണ്. അവന് പാമ്പിറച്ചി കൊടുക്കരുത്, അതാണ് എൻ്റെ അർത്ഥം. ഇനി ബെനിൻ ഡസൻ ലൈക്ക് സ്നേക്സ് ആണെങ്കിലോ സ്നേക്സ് ആണെങ്കിൽ അവന് പാമ്പുകളെ ഇഷ്ടമല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇപ്പോഴ് ഇതെന്താണ് ഈ ഗ്രാമർ അല്ലേ? നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാൻ താല്പര്യം വിട്ടേ, പക്ഷെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ഇത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണെന്ന് പഠിച്ചാണല്ലേ, ഒരുപാട് തവണ പഠിച്ചാണ്. ഐ യു വി ദേ ഒക്കെ വരുവാണെങ്കിൽ V1 ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. V1 വെർബിൻ്റെ ആദ്യത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹി ഷീറ്റ് അല്ലെങ്കിൽ റെക്സ് ഒക്കെ ആണെങ്കിലോ നമ്മൾ V1S ആണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്ലൂറലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതും, രണ്ടാമത് വിളിക്കുന്നത് ഒരാളുമാണ് അല്ലേ. റെക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഏത് സിംഗുലർ എവിടെ വന്നാലും V1Sഉം പ്ലൂറൽ വന്നാൽ V1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ പ്ലൂറലാണോ? നമ്മൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചാണ്. നമ്മൾ പഠിക്കുന്ന ഐ പ്ലൂറലായിട്ടാണ്. കാരണവും ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ 2ാമത്തെ ചാപ്റ്റർ കണ്ടു നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഇവിടെ ഉദാഹരണം നോക്കാം. ഐ ലൈക്ക് ചിക്കൻ, എനിക്ക് കോഴിയിറച്ചി ഇഷ്ടമാണ്. കറക്റ്റ്, ഹി ലൈക്സ് ചിക്കൻ. റെക്സ് ആണെങ്കിലോ റെക്സ് ലൈക്സ് ചിക്കൻ, റെക്സിന് കോഴിയിറച്ചി ഇഷ്ടമാണ്. ഇനി ഐ ലൈക്ക് ചിക്കൻസ് ആണെങ്കിലോ എനിക്ക് കോഴികളെ ഇഷ്ടമാണ്, ആ ജീവി ഇഷ്ടമാണ് അല്ലേ. ഹി ലൈക്സ് ചിക്കൻ, അവനെ ഇഷ്ടമാണ്, കോഴികളെ ഇഷ്ടമാണ്. റെക്സ് ലൈക്സ് ചിക്കൻസ്, എന്താ? റെക്സ് കോഴിയാന്നല്ല, റെക്സിന് കോഴികളെ ഇഷ്ടമാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി കോഴിക്ക് പല അർത്ഥമുണ്ടല്ലേ മലയാളത്തിൽ, ഞാൻ ഉദ്ദേശിച്ച അർത്ഥം അതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.